ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനാണ് ഹർഷേ. എന്തായിരിക്കട്ടത്? എന്തായിരിക്കട്ടത്? ചക്ക. എന്താ അതെന്തുവാ? എന്തോ അതെന്തോ അത്? അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേ ഞാനും ഹരിക്കുട്ടനും അമ്മയും കൂടെ അങ്ങനെ TV ഒക്കെ കണ്ടോണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നതേ. അപ്പൊ അച്ഛൻ വന്നപ്പോഴേ ഹരിക്കുട്ടന് സ്നാക്സ് ഒക്കെ ആയിട്ടാ കേട്ടോ വന്നത്. ഹരിക്കൊരു സ്നാക്സ് ബോക്സ് ഉണ്ട്. അതങ്ങനെയാണല്ലോ, കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ എല്ലായിടത്തും ഒരു സ്നാക്സ് ബോക്സും മസ്റ്റ് ആണല്ലോ. അപ്പൊ അതിലെപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്നാക്സുകൾ ഇങ്ങനെ ഒഴിയാതെ ഇട്ടേക്കും കേട്ടാ. എപ്പോഴെങ്കിലും കരയുമ്പോഴൊക്കെ രണ്ടെണ്ണം കയ്യിലെടുത്ത് കൊടുക്കുമ്പോ അതുമായിട്ട് അങ്ങ് പോയിക്കോളൂല്ലോ ഹാപ്പി ആയിട്ട്. മതി മതി മതി. ഈ ചക്കയുടെ എല്ലാ സീസൺ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചക്ക തിന്നാനായിട്ടൊരു മോഹം. അത് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോ തന്നെ ആള് വൈകുന്നേരമായപ്പോ ഒരു ചക്കയും കൊണ്ട് വീട്ടിലോട്ട് വന്ന്. അങ്ങനെ ചക്ക മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹരിക്കുട്ടന് ഒരു അത്ഭുതം, ഇത് എന്തുവാ ഇതെന്നുള്ളത്. അതിന്റെ പുറത്ത് കയറിയിരുന്നും തട്ടിയും കൊട്ടിയും തൊട്ടും ഒക്കെ നോക്കി അതിങ്ങനെ എന്താന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണേ. ഈ ചക്ക ഇറക്കൊക്കെ കൈ പറ്റാതിരിക്കാനേ ചക്കപ്പശ കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഞങ്ങൾ അതങ്ങ് മുറിക്കാൻ തുടങ്ങി. ഞാനും അമ്മയും ഹരിക്കുട്ടനും അച്ഛന്റെ ചുറ്റും കൂടിയിരുന്ന് അങ്ങനെ ഞങ്ങൾ മുറിക്കുവാണ്. മുറിച്ചപ്പോഴാണ് കാണാൻ നല്ല ഭംഗിയുണ്ട്, ടേസ്റ്റും ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് പറയണമല്ലോ, കുറച്ചൊരു മധുരക്കുറവുണ്ടായിരുന്നു. കാര്യം ഈ മഴയെല്ലാം പെയ്തത് കൊണ്ടായിരിക്കും. എങ്കിലും നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ചക്ക കളഞ്ഞിരുന്നത്. ഈ ചക്കയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലുവേ ഈ ചക്ക പശ കളയാനായിട്ട് വലിയ പാടല്ലേ. അതിനൊരു എളുപ്പ വഴിയുണ്ട്. ഈ ചക്കപ്പശയില് കത്തിയിലാകാതിരിക്കാൻ ഒന്നെങ്കിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ആ കത്തിയിലോട്ട് തേച്ചിട്ട് മുറിക്കണം. ഇനി അതല്ലെങ്കിൽ ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് ആ കത്തിയിലിരിക്കുന്ന പശ അങ്ങ് കത്തിച്ച് ഒന്ന് തീയിൽ കാണിച്ച് കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ഉരുകും. അത് ഒരു തുണി എടുത്ത് തുടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ കത്തിയത് മാറും കേട്ടോ. ഇതിപ്പോ വരിക്കച്ചക്കയാണ്. നല്ല മധുരമുണ്ട്, എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂഴച്ചക്കയാണ്. നല്ല മധുരമുള്ള തേനൂറുന്ന കുഴച്ചക്കയെല്ലാം കിട്ടാറുണ്ട്. അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാ. അതുപോലെ നമ്മളൊന്ന് വായി വെച്ചാൽ മതി, തന്നെ ഇറങ്ങിപ്പോക്കോളും. അതുപോലെ തന്നെയല്ലേ ഈ കൂഴച്ചക്ക കൊണ്ട് ചക്കയപ്പം ഉണ്ടാക്കുവാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് പറയാൻ തന്നെ വയ്യല്ലേ. പറഞ്ഞാല് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയേ. എന്റെ കാലിന്റെ പ്ലാസ്റ്റർ ഒക്കെ എടുത്ത് കേട്ടോ. ഇനിയിപ്പോ കുറച്ച് ദിവസത്തെ റെസ്റ്റ് ഒക്കെ കൂടെ കഴിയുമ്പോഴത്തേക്ക് എല്ലാം നോർമൽ ആകുവേ. പിന്നെ പുതിയ വിശേഷങ്ങളൊക്കെ എന്താന്ന് ചോദിച്ചാൽ ഹരിതയും ചിക്കും കോട്ടയത്തോട്ട് താമസം മാറി. ഇനിയിപ്പൊ കോട്ടയത്തെ വിശേഷങ്ങളും കൂടെ നമുക്ക് കാണാം. പിന്നെ അതുപോലെ കാലിന്റെ പ്ലാസ്റ്റർ എടുത്തു. ഇതൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ കേട്ടോ. അങ്ങനെ ഞാനും അച്ഛനും കൂടെ ചക്കയെല്ലാം പൊളിച്ച് ഒരു പാത്രത്തിൽ ഇട്ടാന്ന് വിചാരിച്ചെങ്കിലും പാത്രത്തിലേക്ക് ഇടുന്നതിലും കൂടുതൽ ഞങ്ങള് കഴിക്കുകയാണ് ചെയ്തത്. ഈ ചക്കയൊക്കെ ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിലും ഗ്യാസ് കയറും എന്നുള്ള പേരിൽ ചക്ക കഴിക്കാതിരിക്കുന്നവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാവേ. വേറൊന്നുമില്ല, ഈ ചക്ക എല്ലാം കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചക്കപ്പൊല്ല ഇല്ലേ, അത് ഒന്ന് രണ്ട് കഷ്ണം കൂടെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒട്ടും ഉണ്ടാകത്തില്ല. ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏത് രാത്രിയിൽ വേണമെങ്കിലും ചക്ക കഴിക്കാം, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ. പിന്നെന്താ, കാല പ്ലാസ്റ്റർ എടുത്തെങ്കിലും എനിക്ക് ഒത്തിരി അങ്ങോട്ട് ആക്റ്റീവ് ആകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കസാരയിൽ ഇരുന്നോണ്ട് തന്നെയാണെങ്കിലും അച്ഛനാകുന്ന സഹായിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ അങ്ങനെയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ട് അച്ഛ എന്ന് പറയുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തു തരാനായിട്ട് അച്ഛൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഹരിക്കുട്ടന്റെ അമ്മമ്മയും കൂടെ ശശി അമ്മയ്ക്ക് ചക്ക കൊടുത്തിട്ട് തിരിച്ചു വന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് ചക്കയെല്ലാം കഴിച്ചിട്ട് ഇപ്പതേ അപ്പൂപ്പനും മോനും കൂടെ നല്ല കളിയാ. അങ്ങനെ ചക്കയെല്ലാം കഴിച്ച് ബാക്കി വന്ന ചക്കക്കുരുവും പിടിച്ചുകൊണ്ട് ഇവിടെ അജിയമ്മ ഇരിപ്പുണ്ട്. നാളെ എനിക്ക് ചക്കക്കുരുവും ചെമ്മീനും കൂടെ ഇട്ട് മസാല ദോശ ഉണ്ടാക്കി തരാമെന്ന് പ്രോമിസ് ചെയ്തേക്കുവാണ് ആളെ. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്